വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി.ടെക് S6 സെമസ്റ്ററിലെ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 3യിലുള്ള കുറച്ച് തിയറി പോർഷൻസ് ആണ്. സോ നമ്മുടെ സിലബസ് ഇതാണ്: ഫിൽട്രേഷൻ ഓഫ് വാട്ടർ, അതുപോലെ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് വാട്ടർ, ലേഔട്ട് ഓഫ് വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്. ഇതിൽ തന്നെയുള്ള ഹാർഡി-ക്രോസ് ആൻഡ് ഇക്വലൻ്റ് പൈപ്പ് മെത്തേഡ് ഓൾറെഡി തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന പോർഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഹാർഡി-ക്രോസും ഇക്വലൻ്റ് പൈപ്പ് മെത്തേഡിൻ്റെയും പ്രോബ്ലം ഓർ ഡിസൈൻസ് ഒക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. സോ അതൊന്ന് നോക്കാൻ വേണമെന്നുള്ളവർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഫിൽട്രേഷനെ കുറിച്ച് നോക്കാം. സോ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ സ്ക്രീനിങ്ങും സെഡിമെൻറ്റേഷനും കഴിഞ്ഞതിന് ശേഷം വാട്ടറിന് അടുത്ത് കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്ക്രീനിങ്ങും സെഡിമെൻറ്റേഷനും ഒക്കെ ചെയ്യുന്ന സമയത്ത് ലാർജ് പെർസെൻറ്റേജിൽ തന്നെ സസ്പെൻഡഡ് സോളിഡ്സും ഓർഗാനിക് മാറ്റേഴ്സും ഒക്കെ അവിടെ റിമൂവ് ആയിട്ടുണ്ടാവും. പക്ഷേ ഫൈനറായിട്ട് വരുന്ന പാർട്ടിക്കിൾസ് അപ്പോഴും വാട്ടറിൽ തന്നെ കാണും. എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് അത് പ്യൂരിഫൈ ആയിട്ടില്ല. ഇനി ഈ ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് ഫ്രീ ആവാത്ത നമ്മുടെ ഈ ട്രീറ്റ് ചെയ്യേണ്ട ഈ വാട്ടറിനെ നേരെ നമ്മൾ അടുത്ത് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത്. ഈ ഫിൽട്രേഷൻ ചെയ്യാമെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഫിൽറ്റർ ബഡ്സ് കാണും. ആ ഫിൽറ്റർ ബെഡിൽ വെച്ചിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബഡ്സിലുള്ള ഗ്രാനുലാർ മെറ്റീരിയൽസിനെയാണ് നമ്മൾ ഫില്ലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ് ആൻഡ് സെഡിമെൻറ്റേഷൻ റിമൂവ്സ് ലാർജ് പെർസെൻറ്റേജ് ഓഫ് സസ്പെൻഡഡ് സോളിഡ്സ് and organic matter. Resultant water will not be free of impurities and may contain some very fine suspended particles and bacteria. Then filtration, process of passing water through the buds of granular materials called fillers. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഓൺലൈൻ നോക്കാം. കളറ്, ഓർഡർ, ടർബിഡിറ്റി, അതുപോലെ ചില പാത്തോജനിക് ബാക്ടീരിയാസിനെയൊക്കെ നമുക്ക് റിമൂവ് ചെയ്യാം. അതുപോലെ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഇതിൽ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പോർട്ടബിൾ ആൻഡ് പാലറ്റബിൾ വാട്ടർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ഇമ്പ്യൂരിറ്റി എന്നുള്ളൊരു സംഭവം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആദ്യത്തെ അപേക്ഷിച്ച് ഇമ്പ്യൂരിറ്റീസിൻ്റെ എമൗണ്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഇതിൻ്റെ തിയറി എന്താണ്, ഫിൽട്രേഷൻ്റെ തിയറി, എന്ത് തിയറി ബേസിസിലാണ് നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ സ്ട്രെയിനിങ്, ഫ്ലോക്കുലേഷന് ആൻഡ് ബയോളജിക്കൽ മെറ്റാബോളിസം, ഇലക്ട്രോളിറ്റിക് ചേഞ്ചസ്. ഈ ഒരു 4 തിയറീസ് ബേസ് ചെയ്ത്, അല്ലെങ്കിൽ ഈ മെക്കാനിസം ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുന്നത്. ഓരോന്നും നമുക്ക് നോക്കാം. ഫസ്റ്റ് പറയുന്നത് മെക്കാനിക്കൽ സ്ട്രെയിനിങ് ആണ്. അപ്പോൾ ഈ മെക്കാനിക്കൽ സ്ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ഇതിൽ നമ്മൾ നോർമലി പാർട്ടിക്കിൾസ് കാണും. ബെഡ്സ് നമ്മൾക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളിതിൽ വെച്ചിരിക്കുന്ന ആ ഒരു ബെഡിൽ വെച്ചിരിക്കുന്ന ആ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ എന്ത് കാണും? ഓയിഡ്സ് കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം ഓയിഡ്സ് ആണ്. അപ്പോൾ ഈ ഓയിഡ്സിൽ നമ്മൾ വരുന്ന വാട്ടർ, ഇപ്പോൾ വാട്ടർ ഒഴിക്കുകയാണ് അല്ലെങ്കിൽ എഫ്ലുവൻ്റ് ഒഴിക്കുകയാണെന്ന് വിചാരിക്കുക. ഒഴിക്കുന്ന സമയത്ത് ഈ പാർട്ടിക്കിൾസിനിടയിലുള്ള ഓയിഡ്സിൽ ഈ ലാർജ് സൈസസ് ഉള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം എന്ത് ചെയ്യും? തങ്ങി നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത് തങ്ങി നിന്നതിന് ശേഷം ഒരുപാട് സമയത്തിന് അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുത്തിട്ട് അതൊരു ലെയറായിട്ട് ഫോം ചെയ്യും. ആ ലെയർ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ പിന്നെ എന്ത് സംഭവിക്കുന്നത്? ഫിൽട്രേഷൻ പ്രോസസ്സ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ സ്ട്രെയിനിങ്ങിൽ പറയുന്നത്. സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് present in water and which are of bigger size than the size of the voids in the sand layers of the filters gets arrested. The water gets filtered by arresting the impurities present as the fluid particles pass through the granular space between the filter media. ഈ അറസ്റ്റഡ് എന്ന് പറയുന്നത് ഇതിൽ തങ്ങി നിൽക്കുന്നില്ലേ, അതാ ഉദ്ദേശിച്ചത്. കാരണം അതിൻ്റെ ഇടയിലായിപ്പോവും, പിന്നെ അതിന് താഴോട്ടോ മുകളിലോട്ടോ പോകാൻ പറ്റത്തില്ല. അതാ ഉദ്ദേശിക്കുന്നത്. Most of the particles are removed in the upper sand layers. Arrested particles including coagulated flakes form a mat on the top of the bed which further helps in staining out the impurities. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ സ്ട്രെയിനിങ്. അടുത്ത ഫ്ലോക്കുലേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ ആണ് പറയുന്നത്. അവിടെ നമ്മുടെ ഇമ്പ്യൂരിറ്റീസ് ഇതുപോലെ ഓയിഡ്സിൻ്റെ ഇടയിൽ നിന്നെങ്കിൽ ഇവിടെ ഫ്ലോക്സ് ആയിരിക്കും നിൽക്കുന്നത്. നമ്മുടെ കോയാഗുലേഷൻ പ്രോസസ്സിന് ശേഷമൊക്കെ ഉണ്ടാകുന്ന ഫ്ലോക്സ് ആയിരിക്കും ആ ഒരു ഓയിഡ്സിൽ നിൽക്കുന്നത്. എന്നിട്ട് അതൊരു ലെയറായിട്ട് ഫോം ചെയ്യുകയും പിന്നെ ആ ഒരു ഫിൽട്രേഷൻ പ്രോസസ്സ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഫ്ലോക്കുലേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ എന്നുള്ള ബേസിസിൽ പറയുന്നത്. അടുത്ത് പറയുന്ന ബയോളജിക്കൽ മെറ്റാബോളിസമാണ്. ബയോളജിക്കൽ മെറ്റാബോളിസം എന്ന് പറയുമ്പം നമുക്കിപ്പോൾ ഇവിടെ എന്താണ് പാർട്ടിക്കിൾസ്, ഗ്രെയിൻ പാർട്ടിക്കിൾസ് ഉണ്ട്. ഈ പാർട്ടിക്കിൾസിൽ ചുറ്റുമായിട്ട് ബാക്ടീരിയാസ് കാണും. നമ്മൾ എടുക്കുന്ന ആ ഒരു വാട്ടറിലും ട്രീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ള വാട്ടറിലും മൈക്രോ ഓർഗാനിസംസ് കാണും. അപ്പോൾ ഈ
ബാക്ടീരിയാസ് മൈക്രോ ഓർഗാനിസത്തിനെ ഫുഡാക്കിയിട്ട് ഈ വാട്ടറിലുള്ള ഹാംഫുള്ളായിട്ടുള്ള ആ ഒരു ഓർഗാനിസംസിനെ അല്ലെങ്കിൽ ആ ഹാംഫുള്ളായിട്ടുള്ളതിനെ നമ്മൾ നേരെ ഈ ബാക്ടീരിയാസ് ഫുഡായിട്ട് എടുത്തിട്ട് പിന്നെ നമുക്കിതിൽ കിട്ടുന്നത് ലെസ് ഹാംഫുൾ എന്നുള്ള ഒരു സംഭവമായിട്ടാണ് കിട്ടുന്നത്. പ്യുവറായിട്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല, എങ്കിലും അത്രയും ഹാംഫുള്ളുള്ളതിനെ ആ ഒരു ലെസ് ഹാംഫുൾ എന്നുള്ളൊരു കണ്ടീഷനിലായിട്ട് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ ചെയ്യുന്ന സമയത്തെന്ന് വെച്ചാൽ ഈ ഒരു പ്രോസസ്സ് ചെയ്ത് ഇവിടെ ഒരു തിൻ ഫിലിം മൈക്രോബയൽ ഫിലിംസ് നമുക്ക് ഫോം ചെയ്യാൻ തുടങ്ങും. ഈ ഫിലിം ഫോം ചെയ്ത് സെറ്റായിട്ട് പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വരുന്ന വാട്ടർ കറക്റ്റ് പ്യൂരിഫൈ ആയി ഫിൽട്ടർ ചെയ്ത് സെറ്റ് ചെയ്ത് പോകുന്ന മെക്കാനിസമാണ് ബയോളജിക്കൽ മെറ്റാബോളിസത്തിൽ പറയുന്നത്. സെർട്ടൈൻ മൈക്രോ ഓർഗാനിസംസ് ആൻഡ് ബാക്ടീരിയാസ് ആർ പ്രസന്റ് ജനറലി ഇൻ ദ വോയിഡ്സ് ഓഫ് ഫിൽറ്റേഴ്സ്. They resides initially as coating over sand grains, or they may be caught during the initial process of filtration. Nevertheless, the organisms require organic impurities such as algae, plankton as their food for survival. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു മെക്കാനിസം കൂടിയാണ് നമുക്ക് നോക്കാനുള്ളത്. അത് ഇലക്ട്രോലിറ്റിക് ചേഞ്ചസ് ആണ്. വേറൊന്നുമില്ല, നമ്മുടെ അറിയാം, നമുക്ക് വാട്ടറിൽ ചാർജ് പാർട്ടിക്കിൾസ് ഉണ്ടെന്നറിയാം. സോ അതൊരു അയണൈസേഷൻ പ്രോസസ്സ് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇലക്ട്രോലിറ്റിക് ചേഞ്ചസിൽ എടുക്കുന്നത്. അയണൈസേഷൻ പ്രോസസ്സ് വേറൊന്നും അല്ല പറയുന്നത്, നമ്മുടെ ചാർജസ് തമ്മിൽ കണക്റ്റ് ആയ ഓപ്പോസിറ്റ് ചാർജസ് തമ്മിൽ കണക്റ്റ് ആയിട്ട് അത് ന്യൂട്രലൈസ് ചെയ്യുന്ന ഒരു ഫോമിലോട്ട് വരുന്നുണ്ട്. സോ ന്യൂട്രലൈസ് ചെയ്ത് ഉള്ള ആ ഒരു പ്രോസസ്സ് വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോലിറ്റിക് ചേഞ്ചസ് എന്നുള്ള മെക്കാനിസം ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 4 മെക്കാനിസം വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഫിൽട്രേഷൻ നടക്കുന്നത്. ഇനി നമുക്കിതിൽ അറിയേണ്ടത് എന്തൊക്കെ ഫിൽറ്റർ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ്. മെയിനായിട്ട് സാൻഡ്, ഗ്രാവൽ, അതുപോലെ ആന്ത്രാഫിൽറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ ഫിൽറ്റർ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലിപ്പോൾ സാൻഡ് എടുക്കുകയാണെങ്കിൽ ഈ ഫിൽറ്റർ സാൻഡ് എന്ന് പറയുന്നത് മെയിനായിട്ട് റോക്സിൽ നിന്നുള്ള ഒരു കോട്ട്സൈറ്റില്ലേ, കോട്ട്സൈറ്റ് എന്ന് പറയുന്ന റോക്കിൽ നിന്നുള്ള ഒരു മിനറലാണ്. അപ്പോൾ ഈ കോട്ട്സൈറ്റ് പോലെയുള്ള അത്രയും ക്വാളിറ്റി ഉള്ള സാൻഡ്സ് വേണം നമുക്ക് കിട്ടേണ്ടത്. കാരണം അതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതിന് ഡേർട്ട് ഫ്രീ ആയിരിക്കും, ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് ഫ്രീ ആയിരിക്കും, അതുപോലെ യൂണിഫോം ഇൻ നാച്ചർ ആൻഡ് സൈസാണ്, ഹാർഡാണ്, റെസിസ്റ്റൻ്റ് ആണ്, അതുപോലെ തന്നെ ഇറ്റ് സച്ചസ് നോട്ട് ലൂസ് മോർ ദാൻ 5% ആണ്. അതും അതിൻ്റെ വെയ്റ്റിൻ്റെ ആണ് പറഞ്ഞിരിക്കുന്നത്, ഓഫ് ഇറ്റ്സ് വെയ്റ്റ് ആഫ്റ്റർ ബീയിങ് പ്ലേസ്ഡ് ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഫോർ 24 hours. അപ്പോൾ സാൻഡിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. അതുപോലെ തന്നെ സാൻഡിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ GT-യിലൊക്കെ പഠിക്കുന്ന ഒരു കാര്യമാണ് എഫക്റ്റീവ് സൈസും യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റും. എഫക്റ്റീവ് സൈസ് എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഈ 10% സാമ്പിൾസ് പാസ് ചെയ്ത് പോകുന്ന കാര്യമാണ് എഫക്റ്റീവ് സൈസിൽ പറഞ്ഞിരിക്കുന്നത്. ഡിഫൈൻഡ് ആസ് ദി സൈസ് ഓഫ് sieve in mm through which 10% എത്രയാണ് 10% ഓഫ് ദ സാമ്പിൾ ഓഫ് സാൻഡ് വിൽ പാസ്. ഇനി അതേസമയം 60% ആണ് പാസ്സെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം, D60. അപ്പോൾ ഈ D10-ൻ്റെയും അതുപോലെ എന്ന് വെച്ചാൽ എഫക്റ്റീവ് സൈസിൻ്റെയും അതുപോലെ D60-യുടെയും റേഷ്യോ എടുക്കുന്നതിനെയാണ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. ഡിഫൈൻഡ് ആസ് ദി റേഷ്യോ ഓഫ് sieve സൈസ് ഇൻ mm ത്രൂ വിച്ച് 60% ഓഫ് ദ സാമ്പിൾ വിൽ പാസ് ടു ദ എഫക്റ്റീവ് സൈസ് ഓഫ് ദി സാൻഡ്. ഇനി ഇതിൽ തന്നെ നമ്മൾ അങ്ങോട്ട് ഫിൽറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ പറയുന്നുണ്ട്. അതിലാവശ്യമുള്ള സ്ലോ സാൻഡും അതുപോലെ റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്ററും ഉണ്ട്. അതിൻ്റെ D10 എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെത് 0.2 to 0.4 mm, റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്റർ 0.35 to 0.55 mm ആണ്. ഇതിൻ്റെ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് സ്ലോ സാൻഡ് 1.8 to 1.5 1.3 to 1.7 ആണ് റാപ്പിഡ് ഗ്രാവിറ്റി ഫിൽറ്റർ. ഈ വാല്യൂസ് പറ്റുമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇതിപ്പോൾ സാൻഡാണ് നമ്മൾ കഴിഞ്ഞ. അടുത്ത് ഗ്രാവൽ നോക്കാം. ഗ്രാവലിന് ഒരുപാട് നല്ല നല്ല പ്രോപ്പർട്ടീസ് ഉണ്ട്. ഹാർഡാണ്, ഡ്യൂറബിൾ ആണ്, ഇമ്പ്യൂരിറ്റീസിൽ നിന്ന് ഫ്രീ ആണ്. അതുപോലെ പ്രോപ്പർലി ഇതൊരു റൗണ്ട് ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 1600 kg/m³ ആണ് വരുന്നത്. അതുപോലെ ഈ ഗ്രാവൽസ് എന്ന് പറയുമ്പോൾ ഒരു 3 to 4 ലെയേഴ്സിൽ ഒരു 50 to 20 cm ഡെപ്ത് ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുക്കി വെച്ചേക്കുന്നത് അല്ലെങ്കിൽ പ്ലേസ് ചെയ്തേക്കുന്നത്. അതിൽ തന്നെ കോസസ്റ്റ് സൈനും ഉണ്ട്, അതുപോലെ ഫൈനസ്റ്റ് സൈനും ഉണ്ട്. ഇതിൽ കോസസ്റ്റ് സൈസ് എന്ന് പറയുമ്പോൾ 20 to 60 mm ആയിരിക്കും. ഒരു ബോട്ടമോസ്റ്റ് ലെയേഴ്സിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫൈനസ്റ്റ് സൈസ് എന്ന് പറയുമ്പം 3 to 6 mm ആണ് ടോപ്പിലായിരിക്കും നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമ്മളിനി മറ്റു മെറ്റീരിയൽസ് ആയിട്ട് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആന്ത്രാഫിൽറ്റ് ആണ്. ഈ ആന്ത്രാഫിൽറ്റ് എന്ന് പറയുമ്പം നമ്മളിപ്പോൾ റിസർച്ചൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഒരു ഫിൽറ്റർ മീഡിയ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സാധനമാണ്. അതുപോലെ തന്നെ ഇത് ചീപ്പാണ്, മെറ്റീരിയൽ വളരെയധികം ചീപ്പാണ്. പക്ഷേ ഹൈ റേറ്റ് ഫിൽട്രേഷൻസിൽ മാത്രമാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇത് ഇന്ത്യയിൽ അങ്ങനെ അധികം അവൈലബിൾ അല്ല. ഓക്കെ,
അടുത്ത ഫിൽറ്റേഴ്സിൻ്റെ ടൈപ്പാണ് പറയുന്നത്. ഇപ്പോൾ ഫിൽറ്റേഴ്സിൻ്റെ ടൈപ്പ് പറയുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ ഓരോ ഫങ്ഷൻസ് ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഇന്ന കണ്ടീഷൻ, ഈ ഒരു രീതിയിലാണ് നമ്മൾ കൂടുതലും ടൈപ്സ് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് ഫിൽറ്ററിൻ്റെ റേറ്റ് ബേസ് ചെയ്തിട്ടുള്ളതാണ്. അടുത്തതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നതെന്ന് പറയുമ്പം ഫോഴ്സ് ബേസ് ചെയ്തിട്ട് പറയുന്നുണ്ട്, ബേസ്ഡ് ഓൺ ഫോഴ്സ് വിച്ച് ഫിൽറ്റർ ടേക്സ് പ്ലേസ്. പിന്നെ ഉള്ളത് നമ്പർ ഓഫ് ഫിൽറ്റർ മീഡിയ ആണ്. നമ്പർ ഓഫ് ഫിൽറ്റർ മീഡിയ റേറ്റ് ഓഫ് ഫിൽറ്റർ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സ്ലോസ് ആൻഡ് ഫിൽറ്ററുമുണ്ട്, അതുപോലെ തന്നെ റാപ്പിഡ് സാൻഡ് ഫിൽറ്ററും ഉണ്ട്. പിന്നെ ഉള്ളത് ഫോഴ്സ് ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഗ്രാവിറ്റി ഫിൽറ്ററുണ്ട്, അതുപോലെ തന്നെ പ്രഷർ ഫിൽറ്ററും ഉണ്ട്. നമ്പർ ഓഫ് ഫിൽറ്റർ മീഡിയ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സിംഗിൾ മീഡിയ ഫിൽറ്റർ, അതുപോലെ ഡ്യുവൽ മീഡിയ ഫിൽറ്റർ, മൾട്ടിമീഡിയ ഫിൽറ്റർ. ഓക്കെ, അപ്പം ബേസ്ഡ് ഓൺ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ ആണെങ്കിൽ സ്ലോസ് ആൻഡ് റാപ്പിഡ് സാൻഡ്, ഫോഴ്സ് ബേസ് ചെയ്ത് ഗ്രാവിറ്റി, പ്രഷർ, അതുപോലെ നമ്പർ ഓഫ് ഫിൽറ്റർ ആണെങ്കിൽ സിംഗിൾ, ഡ്യുവൽ, മൾട്ടി. ഇതാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ആദ്യം നമുക്ക് സ്ലോസ് ആൻഡ് ഫിൽറ്ററിനെ കുറിച്ച് നോക്കാം. സ്ലോസ് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുമ്പോൾ ഒരു ഓൾഡസ്റ്റ് മെത്തേഡാണ് സ്ലോസ് ആൻഡ് ഫിൽറ്റർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വാം പ്ലേസസ്, അതുപോലെ തന്നെ ഇതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇംപ്യൂരിറ്റീസ് കുറഞ്ഞിട്ടുള്ള ഒരു വാട്ടർ എന്നുള്ള രീതിയിലായിരിക്കും ഇതിൻ്റെ റിസൾട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം അത്രയും ചെറിയ രീതിയിലുള്ള പാർട്ടിക്കിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ സീവ് ചെയ്ത് സെറ്റ് ചെയ്ത് എടുക്കുന്നത്. ഏകദേശം ഇതാണ് ഫിഗർ. ഒരു ഇൻലെറ്റ് ചാമ്പർ കാണും. ആ ഇൻലെറ്റ് ചാമ്പർ കഴിഞ്ഞിട്ട് കുറേ ബെഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫിൽറ്റർ ആദ്യത്തേതിൽ ഫസ്റ്റ് ഒരു ബെഡ്സ് ഒരു 3-4 ലെയേഴ്സ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ താഴെ ഈ ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് മെയിൻ സെൻട്രൽ ഡ്രെയിൻ എന്ന് പറയുന്നത്. ഡ്രെയിനാണ് ആ കൊടുത്തേക്കുന്നത്. അതുപോലെ ഇതൊരു ഗ്രാവലിൻ്റെ ലെയേഴ്സാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് സാൻഡിൻ്റെ ലെയേഴ്സാണ്. ഇങ്ങനെ ഓരോന്നും ഓരോ ലെയേഴ്സായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഔട്ട്ലെറ്റ് ചാമ്പർ കൊടുത്തിട്ടുണ്ട്. അതിനൊരു കോൺസ്റ്റൻ്റ് ഹെഡുണ്ട്, കോൺക്രീറ്റ് ബേസ്. അപ്പം ഏകദേശം ഈ ഒരു ഫിഗർ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കാം, നമുക്ക് വരയ്ക്കാനായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിൻ്റെ ഓരോ പാർട്ട്. ആദ്യം നമ്മളതിൻ്റെ ടാങ്കാണ് പറയുന്നത്, എൻക്ലോഷർ ടാങ്ക്. ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ടാങ്കാണ്, കോൺക്രീറ്റ് കൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്. അവിടെ ഉണ്ടാവുന്ന സ്ലോപ്പ് എന്ന് പറയുന്നത് 1/100 ആണ് വരുന്നത്. അതും സെൻട്രൽ റെയിൻ വരുന്ന സ്ഥലത്ത് ചെറിയൊരു സ്ലോപ്പ് പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡെപ്ത് വേരി ചെയ്യുന്നത് 2.5 to 3.5 മീറ്റർ ആണ്. അടുത്ത ഫിൽറ്റർ മീഡിയയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സാൻഡിൻ്റെ ലെയേഴ്സാണ് നമ്മളവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ സാൻഡ് ലെയേഴ്സ് കൊടുത്തിരിക്കുന്നതിൻ്റെ ഡെപ്ത് 90 to 110 സെൻറ്റിമീറ്ററിലാണ്. അതുപോലെ അതിന് ഗ്രാവൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ മുകളിൽ എന്ന് വെച്ചാൽ ഇപ്പോൾ ഗ്രാവൽ സപ്പോർട്ടഡ് ആണ്, അതിൻ്റെ ഓവർ പ്ലേസസിലാണ് നമ്മൾ വച്ചിരിക്കുന്നത്. സാൻഡ് ലെയേഴ്സ് ഓഫ് 90 to 110 സെൻറ്റിമീറ്റർ ഡെപ്ത് പ്ലേസ് ഓവർ എ ഗ്രാവൽ സപ്പോർട്ടാണ്. എന്താണ് ഓവർ എ ഗ്രാവൽ സപ്പോർട്ട്? അതുപോലെ ഇതിൻ്റെ എഫക്റ്റീവ് സൈസ് ഓഫ് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് 0.2 to 0.4 mm ആണ് വരുന്നത്. അതുപോലെ തന്നെ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1.8 to 2.5. ഇതിപ്പോൾ ഒരു D10 എന്ന് പറഞ്ഞാൽ 0.2 to 0.4, കറക്റ്റ് വാല്യൂ പറയുമ്പോൾ 0.2 to 0.35 mm ആണ് വരുന്നത്. അതുപോലെ യൂണിഫോമിറ്റി സൈസ് എന്ന് പറയുന്നത് 1.8 to 3. അപ്പോൾ അതിൽ കുറച്ചുകൂടി ആക്യുറേറ്റഡ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ടിൽ ഏത് വാല്യൂ നിങ്ങൾ എഴുതിയാലും കറക്റ്റ് തന്നെയാണ്. ടോപ്പ് ഫില്ലുള്ള 15 സെൻറ്റിമീറ്റർ സാൻഡ് എന്ന് പറയുന്നത് ഒരു ഫൈനർ വെറൈറ്റിയിലായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ മോർ ഫൈനർ ആണ് ദി സാൻഡ്, മോർ ക്ലിയർ വിൽ ബി ദി വാട്ടർ. ദെൻ ബേസ് മെറ്റീരിയൽസ് ആണ്. ബേസ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഗ്രാവലാണ്. അതെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇറ്റ് സപ്പോർട്ട് ദി സാൻഡ്. ഇതിൽ 30 to 75 സെൻറ്റിമീറ്റർ തിക്കായിട്ടുള്ള ഗ്രാവൽ ഡിഫറെൻറ്റ് സൈസസിൽ ഡിഫറെൻറ്റ് പ്ലേസിൽ ലെയേഴ്സായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ജനറലി 3 to 4 ലെയേഴ്സാണ്. ഓരോന്നും 50 to 20 സെൻറ്റിമീറ്റർ ഡെപ്തിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നേരത്തെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ കോസസ്റ്റ് ആയിട്ടുള്ള ഗ്രാവൽ എന്ന് പറയുന്നത് ബോട്ടം ലെയറിലും ഫൈനസ്റ്റ് ആയിട്ടുള്ളത് ടോപ്പ് ലെയറിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സൈസ് ഓഫ് ഗ്രാവലാണ് ഇനി പറയാൻ പോകുന്നത്. ബോട്ടം ലെയർ ഇസ് ജനറലി കെപ്റ്റ് ടു 40 to 65 mm ആണ്. എവിടെ? ബോട്ടത്തിൽ 40 to 65ഉം ഇൻ്റർമീഡിയറ്റ് ലെയറിൽ 20 to 40 വരാം,
to 20 mm ഈ 2 കേസസ് നമ്മൾ കൊടുക്കാറുണ്ട്. ടോപ്പിൽ 3 to 6 mm മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അടുത്ത് വരുന്ന അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റമാണ്. വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ് അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ ആ സെൻട്രൽ ഡ്രെയിനേജ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് വരുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്? ഗ്രാവൽ സപ്പോർട്ട് ചെയ്താണ്. ഗ്രാവൽ സപ്പോർട്ട് ഈസ് ലെയ്ഡ് ഓൺ ദ ടോപ്പ് ഓഫ് ആൻ അണ്ടർ ഡ്രെയിനേജ് സിസ്റ്റം. അതുപോലെ ഇതിൽ സെൻട്രൽ ഡ്രെയിൻസും ലാറ്ററൽ ഡ്രെയിൻസും കൺസിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് അടുത്ത ഫിഗർ കാണുമ്പോൾ എന്താണ് ലാറ്ററലും എന്താണ് സെൻട്രൽ ഡ്രെയിൻസ് എന്ന് മനസ്സിലാവും. ലാറ്ററൽസ് എന്ന് പറയുന്നത് ആ ഒരു ഓപ്പൺ ജോയിൻറ്റ് പൈപ്പ് ഡ്രെയിൻസ് ആണ്. സം അതർ കൈൻഡ്സ് ഓഫ് പോറസ് ഡ്രെയിൻസ് പ്ലേസ്ഡ് 3 to 5 meter apart on the bottom floor and sloping towards a main covered central drains. ഇതെല്ലാം ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ലാറ്ററൽസ് കളക്ട് ദി ഫിൽറ്റേർഡ് വാട്ടർ ആൻഡ് ഡിസ്ചാർജ് ഇൻ ടു ദ മെയിൻ ഡ്രെയിൻ വിച്ച് ലീഡ്സ് ദി വാട്ടർ ടു ബി ഫിൽറ്റേർഡ് വാട്ടർ വെൽ. സംടൈംസ് മെയിൻ ഡ്രെയിൻസ് ആർ പ്ലേസ്ഡ് അലോങ് വൺ സൈഡ് ഓഫ് ദ ടാങ്ക് ആൻഡ് ലാറ്ററൽ സ്റ്റോപ്സ് ടുവേർഡ്സ് ഇറ്റ്. ഈ പറഞ്ഞ അത്രയും കാര്യം നമ്മുടെ ഈ ഫിഗറിൽ പറയുന്നുണ്ട്. ഇതിലിപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് ഫിഗർ നോക്കുമ്പോൾ നമുക്കൊരു ഇൻലെറ്റ് ചാമ്പർ ഉണ്ട്, ഔട്ട്ലെറ്റ് ചാമ്പർ ഉണ്ടെന്ന് മനസ്സിലായി. അതുപോലെ തന്നെ നമുക്കവിടെ ലാറ്ററൽ ഡ്രെയിൻസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. സോ അതിൽ പറഞ്ഞിരിക്കുന്ന ലാറ്ററൽ ഡ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ലാറ്ററൽ ഡ്രെയിൻസ്. അതുപോലെ തന്നെ സെൻട്രൽ ഡ്രെയിൻസ് അല്ലെങ്കിൽ മെയിൻ കവേർഡ് ഡ്രെയിൻസ് എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മെയിൻ കവേർഡ് ഡ്രെയിൻസ്. ഈ കാണുന്നതാണ് ലാറ്ററൽ ഡ്രെയിൻസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ വോൾസിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു 52 സെൻറ്റിമീറ്റർ മാറിയിട്ടായിരിക്കും ആ ടാങ്കിൻ്റെ വോൾസിൻ്റെ 50 to 60 സെൻറ്റിമീറ്റർ മാറ്റിയിട്ടായിരിക്കും നമ്മൾ ലാറ്ററൽസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഒന്ന് നോക്കി വെച്ചേക്കാം. ഈ സെയിം സാധനം തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇൻലെറ്റ് എന്തിന് ഔട്ട്ലെറ്റ് എന്തിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ആൻഡ് ഇൻലെറ്റ് ചാമ്പർ ഈസ് കൺസ്ട്രക്റ്റഡ് എന്തിനു വേണ്ടിയിട്ട്? എഫ്ലുവൻ്റ് അഡ്മിറ്റ് ചെയ്യാൻ. എഫ്ലുവൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എടുക്കുന്ന ട്രീറ്റ് ചെയ്യേണ്ട വാട്ടർ. അഡ്മിറ്റിംഗ് ദ എഫ്ലുവൻറ്റ് ഫ്രം ദ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക്. കാരണം സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ടല്ലേ വരുന്നത്. അപ്പോൾ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്കിൽ നിന്ന് നമ്മൾ ആ എഫ്ലുവൻറ്റ് അഡ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻലെറ്റ് കൊടുക്കുന്നത്. വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് സാൻഡ് ലെയേഴ്സ് ഓഫ് ഫിൽറ്റേഴ്സ് ആൻഡ് ദ ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് യൂണിഫോംലി ഓവർ ദി ഫിൽറ്റർ ബെഡ്. ആ ഫിൽറ്റർ ബെഡിൽ യൂണിഫോംലി തന്നെയാണ് നമ്മളവിടെ സാൻഡ് ലെയേഴ്സിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ എ ഫിൽറ്റർ വാട്ടർ വെൽ ഈസ് ഓൾസോ കൺസ്ട്രക്റ്റഡ് ഓൺ ദി ഔട്ട്ലെറ്റ് സൈഡ്. ഔട്ട്ലെറ്റ് സൈഡിലാണ് ഫിൽറ്ററിൻ്റെ വാട്ടർ വെൽസ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഫിൽറ്റേർഡ് വാട്ടർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് മെയിൻ അണ്ടർ ഡ്രെയിനിൽ നിന്ന് വരുന്ന വാട്ടർ ആയിരിക്കും നമ്മളവിടെ ഔട്ട്ലെറ്റിൻ്റെ ആ ഒരു പോർഷൻസിൽ നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അതർ അപ്പർട്ടൻസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതർ അപ്പർട്ടൻസസ് എന്ന് വെച്ചാൽ നമ്മൾ ഇതല്ലാതെ എക്സ്ട്രാ വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ഈ എഫ്ലുവൻറ്റിൻ്റെ ഫംഗ്ഷനിങ്ങിന് വേണ്ടിയിട്ട് ഈ വെർട്ടിക്കൽ എയർ പൈപ്പ്സ് ഇല്ലേ, വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ പൈപ്പ്സ് എക്സ്ട്രാ കൊടുക്കുന്നത്. ഇതൊക്കെയാണ് അതർ അപ്പർട്ടൻസസിൽ വരുന്നത്. ഇനി ഇതിൻ്റെ ഓപ്പറേഷൻസും ക്ലീനിങ്ങും എന്ന് പറയുമ്പോൾ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ പറഞ്ഞു ഇൻലെറ്റ് വഴി വാട്ടർ കയറുന്നുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഫിൽട്ടർ മീഡിയ വഴി എല്ലാം സെറ്റായി ഡ്രെയിനിൽ വന്നു, കറക്റ്റ് ആ എല്ലാ പ്രോസസ്സിങ് കഴിഞ്ഞ് പ്യൂരിഫൈ ആയ വെള്ളം ഔട്ട്ലെറ്റിൽ വരുന്നുണ്ട്. ഔട്ട്ലെറ്റിൻ്റെ ടാങ്കിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന കാര്യം വരെ നമ്മൾ പറഞ്ഞു. അത് തന്നെയാണ് ഓപ്പറേഷൻ വരുന്നത്. ഇനി അതുപോലെ അതിൻ്റെ പറഞ്ഞ മെക്കാനിസവും പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 മെക്കാനിക്കൽ സ്ട്രെയിനിങ്, അതുപോലെ തന്നെ ഫ്ലക്ലേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ, അതുപോലെ ബയോളജിക്കൽ പ്രോസസ്സ്, ദെൻ ലാസ്റ്റ് വൺ ഇലക്ട്രോലിറ്റിക്. അപ്പോൾ ഇത്രയും പ്രോസസ്സും പറഞ്ഞു. അപ്പോൾ നമുക്കൊരു റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്താണ് സ്ലോസ് ആൻഡ് ഫിൽറ്ററിൻ്റെ ഡീറ്റെയിൽസ് എഴുതാൻ പറഞ്ഞാൽ അത്യാവശ്യത്തിൽ നമുക്കിപ്പോൾ തന്നെ കാര്യങ്ങളായിട്ടുണ്ട്. അപ്പോൾ ഇതിലിനി നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്ലീനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഇതിലെങ്ങനെയാണ് ക്ലീൻ ചെയ്യണതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. സ്ക്രാപ്പിംഗ് എന്ന് പറയുന്ന മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിതിൽ ക്ലീൻ ചെയ്യുന്നത്. സ്ക്രാപ്പിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഫൈനറായിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ് നമ്മളിതിന് വേണ്ടി എടുക്കുന്നത്, ഈ ഫിൽറ്റർ മീഡിയയിലുള്ളത്. അപ്പോൾ ഈ പാർട്ടിക്കിൾസിൻ്റെ ഇടയിൽ കൂടെ വാട്ടർ പോകുന്ന സമയത്ത് അത്രയും ഫൈനറായിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? തീരെ ഫൈനാണെങ്കിൽ മാത്രമേ പാസ് ചെയ്ത് പോകും. ബാക്കിയെല്ലാം ഈ വോയിഡ്സിൻ്റെ ഇടയിൽ തങ്ങി നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും ഫിൽറ്റർ ചെയ്ത് നമുക്ക് വെള്ളം കിട്ടും. അപ്പം മെയിനായിട്ട് അപ്പോൾ ഇതിൽ വരുന്ന അഴുക്ക് കൂടുതലായിരിക്കും. പെട്ടെന്ന് തന്നെ അതിൽ ക്ലോഗ് ചെയ്യാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്ക്രാപ്പിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഈ സ്ക്രാപ്പിംഗ് മെത്തേഡ് ചെയ്യുന്നത് 1 to 3 മന്തിൽ ആയിരിക്കും ചെയ്യുന്നത്. ഒരു 1 to 3 മന്തിനിടയിൽ വൺസ് എന്നുള്ള രീതിക്കായിരിക്കും നമ്മൾ സ്ക്രാപ്പിംഗ് ചെയ്യുന്നത്. ഇനി എന്താണ് സ്ക്രാപ്പിംഗ് എന്ന് ചോദിച്ചാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന ലെയറിൻ്റെ ടോപ്പിലുള്ള ഒരു 1.5 to 3 സെൻറ്റിമീറ്റർ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. നമ്മളിപ്പം ഇത് അടിഞ്ഞിരിക്കുന്ന ഈ സ്ഥലത്തുള്ള ഒരു 1.5 to 3 സെൻറ്റിമീറ്റർ നമ്മൾ റിമൂവ് ചെയ്ത് കളയുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ക്രാപ്പിംഗ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ പറയുന്ന സ്ക്രാപ്പിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട്
എത്ര വെള്ളം വേണ്ടി വരുമെന്ന് ചോദിച്ചാൽ നമ്മൾ എത്രയാണോ ഫിൽട്ടർ ചെയ്ത് കിട്ടുന്ന വാട്ടർ അതിൻ്റെ ഒരു 0.2 to 0.6% മാത്രമേ നമുക്ക് ഈ ഫിൽട്ടർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. എന്നുവെച്ചാൽ അത്രയും പെർസെൻറ്റേജിലുള്ള വെള്ളം നമുക്ക് മതിയാവും. അതാണ് 1.5 to 3 സെൻറ്റിമീറ്ററിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്ക്രാപ്പ് ചെയ്യുന്നത്. 1 to 3 മന്തിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ അവിടെ ആവശ്യമായിട്ട് വരുന്ന വാട്ടർ എന്ന് പറഞ്ഞാൽ 0.2 to 0.6% ആണ്. നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് ആണ് ഇതിലെല്ലാം ഉള്ളത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇനി 1-2 കാര്യങ്ങൾ അല്ലാതെയും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. റേറ്റ് ഓഫ് ഫിൽട്രേഷൻ. നമ്മുടെ സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെ റേറ്റ് ഓഫ് ഫിൽട്രേഷൻ എന്ന് പറയുന്നത് 100 to 200 ലിറ്റർ പെർ അവർ ആണ് വരുന്നത്. അവർ പെർ മീറ്റർ സ്ക്വയർ. എങ്ങനെയാണ്? 100 to 200 ലിറ്റർ പെർ അവർ പെർ മീറ്റർ സ്ക്വയർ. ഇനി ഇതിൻ്റെ എഫിഷ്യൻസി ഇമ്പോർട്ടൻ്റ് ആണ്. 99% എഫിഷ്യൻസി ആണുള്ളത്. അതുപോലെ തന്നെ എഫക്റ്റീവ് സൈസ് ഓഫ് പാർട്ടിക്കിൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെ എഫക്റ്റീവ് സൈസ് ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് 0.2 to 0.35. അതുപോലെ നമ്മുടെ എന്താണ് യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്നത് 1.8 to 3 ആണ് വരുന്നത്. ഇതിൻ്റെ വാല്യൂ നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.35 എന്ന് പറയുന്നത് 4 ആയിട്ട് എടുക്കാം. നമുക്ക് ഇവിടെ 2.5 ആയിട്ടും എടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിലിനി വേറൊരു കാര്യം കൂടെ എടുത്തു പറയാനുള്ളത്, എഫിഷ്യൻസിയുടെ കാര്യം നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി ഇതിൽ എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കളറിൻ്റെയൊക്കെ എഫിഷ്യൻസി എങ്ങനെയായിരിക്കും, കളർ മാറുന്നത്. നോർമലി കളർ റിമൂവൽ വളരെ കുറവാണ്. എന്ന് വെച്ചാൽ കമ്പാരിറ്റീവ്ലി മറ്റ് മെത്തേഡ് വെച്ച് നോക്കുമ്പോൾ കളറൊക്കെ റിമൂവായി പോകുന്ന കുറവാണ്. പക്ഷേ അതേസമയം മൈക്രോബയൽ റിമൂവൽ കൂടുതലാണ്. എങ്ങനെയാണ്? മൈക്രോബയൽ റിമൂവൽസ് മറ്റ് മെത്തേഡ്സിനേക്കാളും കൂടുതലാണ്. അതാണ് ഇതിലുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്. സോ നമുക്കത് നോക്കാം. ബാക്ടീരിയൽ ലോഡാണ് ആദ്യം പറയുന്നത്. അപ്പോൾ ബാക്ടീരിയൽ ലോഡ് അത് എഫിഷ്യൻസിയിൽ വരുന്നതാണ്. ദി സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് are highly efficient in the removal of bacterial load from water. It is expected that they remove about 98 to 99% of bacterial load from raw water, and the percentage may be high 99.50 to 99.90 when pre-treatment has been given to the raw water. Color എന്ന് പറയുമ്പോൾ സ്ലോ സാൻഡ് filters are less efficient in the removal of color of raw water. It is estimated that they remove about 20 to 25% of color of raw water. Turbidity എന്ന് പറയുമ്പോൾ സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് ക്യാൻ റിമൂവ് turbidity to the extent of about 50 ppm. ഓക്കെ, പാർട്സ് പെർ മില്യൺ. അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ് എന്നൂടെ ജസ്റ്റ് നമുക്കൊന്ന് വായിച്ചു പോകാം. ബസ്റ്റ് suited for small plants and for purifying water with a low colors, low turbidity and low bacterial contents. Due to small rate of filtration, they require huge surface area and large volume of filtering material. This makes them costly and uneconomical, usually for treating large scale supplies. Generally used for small plants for village supplies or for individual industry supplies, especially in hotter and underdeveloped countries like India. Then disadvantages. Great disadvantage of slow sand filter is that is require considerable space for its installation. വേറൊന്നുമല്ല ഉദ്ദേശിക്കുന്നത്, നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള സ്ഥലങ്ങളിൽ മാത്രമേ സ്ലോ സാൻഡ് ഫിൽറ്റർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഇതൊരു അൺഎക്കണോമിക്കലാണ്. ലാൻഡ് വാല്യൂസ് ഹൈ ആണ്. പിന്നെ ഇത് ഇപ്പം നമ്മൾ ആദ്യം പറഞ്ഞ സെയിം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദ ഏരിയ റിക്വയർഡ് ഫോർ സ്ലോ സാൻഡ് ഫിൽറ്റേഴ്സ് ഓൺലി ഫോർ ദ മോഡറേറ്റ് ടൗൺ ഓഫ് 15,000 population works out to be 1,000 meter cube, and which future expansions, other additional equipments, etc. The area required for water supply project would be about 2,000 meter square. Okay. ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. ഇതാണ് സ്ലോ സാൻഡ് ഫിൽറ്റർ. അപ്പോൾ സ്ലോ സാൻഡ് ഫിൽറ്ററിൻ്റെ ചോദിക്കുന്ന സമയത്ത് ഫിഗർ വരയ്ക്കാൻ പറ്റുമെങ്കിൽ ഫിഗർ കൂടെ വരയ്ക്കാം.